അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് വാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടൈപ്പിംഗ്, നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ പോലും ടൈപ്പിംഗ് നിങ്ങൾക്ക് കംപ്ലീറ്റ് മനസ്സിലാവും. എവിടെ വിരൽ വെക്കണം എന്നുള്ളതും എങ്ങനെ ഇത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കും എന്നുള്ളതും എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ 2 സ്റ്റെപ്പായിട്ടാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങളതെങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഈ 2 സ്റ്റെപ്പും മനസ്സിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവരായിരിക്കും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താക്കുക, ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഫയർഫോക്സ് ആണ്. ഫയർഫോക്സ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. സെർച്ച് ബാറിൽ പോവുക. സെർച്ച് ബാറിൽ പോയിട്ട് ജസ്റ്റ് ടൈപ്പിംഗ് മാസ്റ്റർ എന്ന് സെർച്ച് ചെയ്യുക. ടൈപ്പിംഗ് മാസ്റ്റർ റെഡി ചെയ്യുക. ഓക്കെ, ഇവിടെ ഫസ്റ്റത്തെ ലിങ്കില്ലേ ടൈപ്പിംഗ് മാസ്റ്ററിൻ്റെ, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിനും വേണ്ടിയുള്ളൊരു ആപ്പാണ്. അപ്പോൾ കുറേ ആപ്പൊക്കെ കാണും, അപ്പോൾ അതൊന്നും ഇൻസ്റ്റാൾ ചെയ്യാണ്ടിരിക്കുക. ഇപ്പോൾ ഇതിൽ കയറിയിട്ട് ഇനി ഡൗൺലോഡ് എന്ന സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം ഇവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡൗൺലോഡ് നൗ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റാൾ ആയി വരുന്നവരെ കാത്തിക്കുക. അതിന് ശേഷം ഡൗൺലോഡ്സിൽ പോയിട്ട് നിങ്ങൾ എന്താക്കുക, ഈ ടൈപ്പിംഗ് മാസ്റ്ററിൻ്റെ ഈ ഒരു ഫയൽ നിങ്ങൾ എന്താക്കുക, ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, റെക്കമെൻഡ് സെറ്റിങ്സ് എപ്പോഴും ചെയ്യാൻ നോക്കുക. ഓക്കെ, യെസ് കൊടുക്കുക. ഓക്കെ, ലാംഗ്വേജ് ഏതെന്ന് ചോദിക്കും, ഇംഗ്ലീഷ് തന്നെ സെലക്ട് ചെയ്യുക. ഓക്കെ കൊടുക്കുക. ദെൻ നെക്സ്റ്റ് കൊടുക്കുക. ഇത് അക്സെപ്റ്റ് ചെയ്യുക, അഗ്രിമെൻ്റ് അക്സെപ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ നോ താങ്ക്സ് കൊടുക്കുക. കാരണം നമുക്ക് ഈ ഒരു ബ്രൗസറിൻ്റെ ആവശ്യമില്ല. ഇത് ആഡ്സിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്താക്കുക, നോ താങ്ക്സ് കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ ഈ ഫയൽസ് എവിടെയാണ് ഇൻസ്റ്റാൾ ആക്കേണ്ടത് നിങ്ങൾ തീരുമാനിക്കുക. ഞാൻ ഡിഫോൾട്ടായിട്ട് തന്നെ വെച്ചേക്കാണ്. ഓക്കെ, നെക്സ്റ്റ് കൊടുക്കുക. ഇത് ഇങ്ങനെ തന്നെ തൊട്ട് കുഴപ്പമൊന്നുമില്ല. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ ടിക്ക് ചെയ്ത് കൊടുക്കുക, ഒരു കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് കൊടുക്കുക. ഇൻസ്റ്റാൾ കൊടുക്കുക. ഇൻസ്റ്റാളായി വരും, പെട്ടെന്ന് ഇൻസ്റ്റാൾ ആവും. അപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി എന്താക്കുക, നിങ്ങൾ ഫിനിഷ് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റത്തെ ആപ്പ്. അപ്പോൾ ഫസ്റ്റത്തെ ആപ്പ് എന്ന് വെച്ചാൽ ഫസ്റ്റത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഈ സ്റ്റെപ്പ് തന്നെയാണ് ഈ ആപ്പ്. അപ്പോൾ ഈ ആപ്പിൽ നമ്മൾ എങ്ങനെ പഠിക്കേണ്ടത് ഒരു ബിഗിന്നറിന് പോലും സിമ്പിളി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താക്കാം, അപ്പോൾ നമ്മളിവിടെ എന്താക്കാം, നിങ്ങളെ പേരൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഐ ആം എ യൂസർ കൊടുക്കുകയാണ്. യൂസ് ഡാർക്ക് മോഡ് കൊടുക്കുക. നമുക്കൊരു കണ്ണിന് സുഖമാവും. അപ്പോൾ ഇവിടെ നമ്മളെ ഡിഫോൾട്ട് ആയിട്ടുള്ളതിനെ കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ നോർമൽ സെറ്റിങ്സ് തന്നെ ആക്കാം. എൻ്റർ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താക്കാം, ഈ സ്റ്റാർട്ട് നൗ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ഒക്കെ നമ്മൾ സ്റ്റാർട്ട് നൗ ക്ലിക്ക് ചെയ്യാം. ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റും ലെസൺ 1 ടച്ച് ടൈപ്പിംഗ് ബേസിക്സ് എന്നുള്ള ഈ ഒരു സെക്ഷൻ, ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഇതൊക്കെ വായിച്ചു നോക്കട്ടെ. ഇതൊക്കെ വായിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, 10 വിരൽ വെച്ചിട്ട് എങ്ങനെ സ്പീഡിൽ ടൈപ്പ് ചെയ്യാന്നുള്ളതും എറർ ഇല്ലാതെ ടൈപ്പ് ചെയ്യാന്നുള്ളതും, പിന്നെ നമ്മൾ കീബോർഡിലോട്ട് നോക്കാതെ എങ്ങനെ ടൈപ്പ് ചെയ്യാന്നുള്ളതും, നമ്മൾ കമ്പ്യൂട്ടർ ഹാബിറ്റ്സ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ടൈപ്പ് ചെയ്യാന്നുള്ളതും ഒക്കെ എന്തെങ്കിലും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താക്കുക, നെക്സ്റ്റ് കൊടുക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കുക. നെക്സ്റ്റ് കൊടുക്കുക.
നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ. ഇത് അവർ എന്താണ് നമ്മളെ ബേസിക്കായ കാര്യങ്ങൾ പറഞ്ഞെന്നാണ്. ഇനിയാണ് നമ്മളെ പഠിപ്പ് വരുന്നത്, അതായത് നമ്മളെ പ്രാക്ടീസ് ആരംഭിക്കുന്നത്. അപ്പോൾ ഈ രണ്ടാമത്തെ ഈ ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇവർ നമ്മളോട് പറയുന്നുണ്ട് എങ്ങനെ ഇതൊക്കെ വെക്കാന്നുള്ളത്, വിരൽ വെക്കാന്നുള്ളത്. അപ്പോൾ നമ്മളെ കയ്യിൻ്റെ ആ ഒരു കളറ് ഈ ഒരു പിക്ചറിൽ കയ്യിൻ്റെ വിരലിന് ഏതൊക്കെ കളറാണ് കൊടുത്തുള്ളത് അത് കീബോർഡിൽ ഏതൊക്കെ ഭാഗത്താണുള്ളത് അവിടുത്തെ വെക്കാം. അതായത് ചൂണ്ടുവിരൽ, ഈ ഇടത്തെ കൈയിൻ്റെ ചൂണ്ടുവിരൽ എഫിൻ്റെ ഭാഗത്താണ്, വലത്തെ കൈയിൻ്റെ ചൂണ്ടുവിരൽ ജെൻ്റെ ഭാഗത്താണ്. അപ്പോൾ അവിടെ വെക്കാം. എന്നിട്ട് നമ്മൾ ജസ്റ്റ് എന്താക്കുക, അതിന് വെച്ച് പിടിക്കുക. അതിനുശേഷം നെക്സ്റ്റ് ഞെക്കുക, അല്ലെങ്കിൽ സ്പേസ് ഞെക്കിയാൽ മതി. ഓക്കെ. ഇനിയിപ്പോൾ ഇവർ പറയുന്നുണ്ട് നമ്മളെ ASDF എന്ന് പറഞ്ഞാൽ ഇത് ഞെക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പേസ് ഞെക്കുക. ഇവിടെ നമ്മൾ ഈ ഭാഗത്ത് ഇതാണ് വെക്കേണ്ടത്. സ്പേസ് ഞെക്കുക. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഇവർ പറയുന്നുണ്ട് നമ്മളെ ചെറുവിരൽ വെച്ചിട്ട് A ടൈപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താക്കുക, എന്ന് അപ്പോൾ ചെറുവിരൽ വെച്ചിട്ട് നിങ്ങൾ എന്താക്കുക, ജസ്റ്റ് എന്നൊന്ന് എമ്മിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ ഒരു ഗ്രേറ്റ്. ഇനി അടുത്തത് S ആണ്. അടുത്തത് D ആണ്. അപ്പം നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് നമ്മൾ കീബോർഡിൽ നോക്കേണ്ട ആവശ്യമില്ല. കീബോർഡിൽ നോക്കാണ്ട് തന്നെ നമ്മൾ എവിടെയാണ് വിരൽ വെച്ചത്, അപ്പോൾ നമ്മൾ ആ വിരൽ ഏതെന്ന് ചിന്തിക്കുക. ആ വിരൽ ചിന്തിച്ചിട്ട് ആ വിരൽ വെച്ചിട്ട് തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ നടുവിരൽ വെച്ചിട്ടാണ് നമ്മൾ D ക്ലിക്ക് ചെയ്യാൻ ഇവർ പറയുന്നത്. അപ്പോൾ D ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് F ആണ്. F ചൂണ്ടുവിരലാണ്. F ക്ലിക്ക് ചെയ്യുക. ഓക്കെ. ഇനി അടുത്ത കൈയാണ്. ഈ കൈ നമ്മൾ എവിടെ വെക്കേണ്ടത്, നേരത്തെ പറഞ്ഞ സ്ഥലത്ത് വെക്കുക. ജെൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ. എക്സലൻറ്റ്. കെൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഐൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. പിന്നെ ഈ ഇൻവെർട്ടർ കോമ പ്ലസ് എന്ത് സംഭവം അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമ്മൾ ഇവർ പറയുന്നുണ്ട്, അപ്പോൾ ഇവരിതിലെല്ലാം പറഞ്ഞുതരും. അതുപോലെ തന്നെ ഇപ്പോൾ ഇവർ പറയുന്നുണ്ട് നമ്മൾ സ്പേസ് ക്ലിക്ക് ചെയ്യേണ്ടത് എപ്പോഴും നമ്മൾ തമ്പ് ഈ ഒരു ഫിംഗർ വെച്ചിട്ടാണ് നമ്മൾ സ്പേസ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എപ്പോഴും സ്പേസ് നമ്മൾ റെസ്റ്റ് ചെയ്ത് വെക്കണം. നമ്മൾ ഒരിക്കലും എടുക്കരുത്. ഇത് വേറെ വല്ലയിടത്തല്ലേ വെക്കേണ്ടത്, കറക്റ്റ് സ്പേസിൻ്റെ ഭാഗത്തായിട്ടാണ് വെക്കേണ്ടത്. അപ്പോൾ സ്പേസ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ. ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമുക്കെന്താക്കാം, സ്പേസ് ഞെക്കലോടുകൂടെ നമ്മളിങ്ങനെ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കും. നമ്മൾ സ്പേസ് ഞെക്കുന്തോറും പിന്നെ അടുത്ത സ്റ്റെപ്പിലോട്ട് നമ്മളിങ്ങനെ കടന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ അടുത്തൊരു സ്റ്റെപ്പിലോട്ട് നമ്മൾ കടന്നിട്ടുണ്ട്. ഇവർ നമ്മളോട് ചോദിക്കും നമ്മളെ ഗോള് എന്താണെന്ന് ചോദിക്കും. ഇപ്പോൾ ഇവിടെ നിങ്ങൾ എന്താക്കുക, ഇൻ്റർമീഡിയറ്റ് തന്നെ ഇട്ട് കൊടുക്കുക. ഈസി ആയി കഴിഞ്ഞാൽ ഭയങ്കര ഈസിയാവും, അഡ്വാൻസ് ആയി കഴിഞ്ഞാൽ ഭയങ്കര പണിയാവും. അതായത് ബിഗിനറിനെ സംബന്ധിച്ചിട്ടാണ്. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഇട്ട് കൊടുക്കുക. ഇൻ്റർമീഡിയറ്റ് ഇട്ടിട്ട് അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ എന്താക്കുക, സ്പേസ് വെക്കുക. ഇനിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ എവിടെയാണോ വിരൽ വെച്ചത്, കൈ വെച്ചത്, അതുപോലെ തന്നെ വെക്കാം. ഇതിൽ കാണിക്കുന്ന പോലെ എൻ്റെ ഭാഗത്ത് A, നെക്സ്റ്റ് A, സ്പേസ് വെക്കുക. S സ്പേസ് D സ്പേസ് F സ്പേസ്. ഇങ്ങനെ നീക്കി നമ്മൾ പ്രാക്ടീസ് ചെയ്യും. ഇനി അടുത്തത് വലത്തെ കൈയാണ്. ജെൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അഗെയിൻ സ്പേസ് KK സ്പേസ് LL സ്പേസ് പിന്നെ ഈ സാധനം സ്പേസ് നമ്മൾ പഠിച്ചു. ഇനി നെക്സ്റ്റ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നിങ്ങൾ പോവുക. അപ്പോൾ ഇതിൻ്റെ അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ ചെയ്ത് പോകണം. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് തൽക്കാലത്തിന് ക്യാൻസൽ അടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാ ലെസണിൽ കയറുമ്പോഴും നമ്മളോട് വിരൽ എവിടെ വെക്കണം, നമ്മൾ വിരൽ വെക്കേണ്ട ഇവിടെ തന്നെയാണ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്, അതായത് നമ്മളിപ്പോൾ പഠിച്ചത്, നമ്മളിപ്പോൾ കാണിച്ചു തന്നത് ASDFും JKL പിന്നെ ഈ ഇൻവെർട്ടർ കോമ ഇതാണ് നമ്മൾ പഠിച്ചത്. പക്ഷേ ഇത് മാത്രമല്ലല്ലോ, ഇതിൻ്റെ അപ്പുറത്ത് ഉണ്ട്. അതായത് ഈ വിരൽ കൊണ്ട് തന്നെ ബാക്കിയുള്ള ലെറ്റേഴ്സ് എങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നുള്ളത് ബാക്കിയുള്ള ലെസൺസിൽ ഇവർ കാണിച്ചു തരും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഈ ഒരു ആപ്പ് വെച്ചിട്ടാണ്. അതായത് ഫസ്റ്റത്തെ സ്റ്റെപ്പ് നമ്മുടെ കഴിഞ്ഞു. 2 സ്റ്റെപ്പാണ് പറഞ്ഞിരുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഈ ഒരു ആപ്പ് വെച്ചിട്ട് നമ്മൾ എവിടെ നിന്നൊക്കെ ടൈപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യും, ഏതൊക്കെ വിരൽ എവിടെയൊക്കെ വെക്കും എന്നുള്ളതാണ് ഈ ഒരു ആപ്പിലൂടെ നമ്മൾ പഠിച്ചത്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പഠിച്ചത് എങ്ങനെ നമ്മൾ നല്ല എക്സ്പീരിയൻസ് ആക്കാം, അല്ലെങ്കിൽ നല്ല സ്മൂത്തിൽ നമുക്ക്
നല്ല ഫാസ്റ്റ് നമുക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കണം. നമ്മളെ ടൈപ്പിംഗ് സ്പീഡ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വേറൊരു വെബ്സൈറ്റാണ് ഇപ്രാവശ്യം കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ ടൈപ്പിംഗ് സ്പീഡ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഗെയിൻ നിങ്ങൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ എന്താക്കുക, ജസ്റ്റ് സെർച്ച് ബാറിൽ പോയിട്ട് മങ്കി ടൈപ്പിംഗ് സെർച്ച് ചെയ്യുക. ഓക്കെ, മങ്കി ടൈപ്പിംഗ് സെർച്ച് ചെയ്തിട്ട് എൻ്റർ കൊടുക്കുക. ഇവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ F11 ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താ ഫുൾ സ്ക്രീൻ ആക്കാം. നമുക്കൊരു നല്ലൊരു കാണാൻ നല്ല രസമായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണോ പഠിച്ചത്, അതായത് നമ്മളെ വിരൽ എവിടെയൊക്കെ വെക്കാൻ പഠിച്ചു, അതനുസരിച്ചിട്ട് നമ്മളുടെ ടൈപ്പിംഗ് സ്പീഡ് ഇൻക്രീസ് ചെയ്യാനുള്ള സംഭവമാണ്. ഇവിടെ നമുക്ക് ടൈം സെറ്റ് ചെയ്യാൻ പറ്റും, നമ്മളെ വേർഡ്സ് സെറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് സ്പോട്ട്സ് ആക്കാൻ പറ്റും, അങ്ങനെ പലതരം ആക്കാൻ പറ്റും. ഞാനിവിടെ തൽക്കാലത്തിന് കസ്റ്റമൈസ് കൊടുത്തിട്ട് ടൈമിൻ്റെ ആയിട്ട് ടൈം കസ്റ്റമൈസ് ചെയ്ത് ജസ്റ്റ് എന്താക്കുക, ഒരു 150 മിനിറ്റ് വെറുതെ കൊടുക്കണം, അതായത് നിൽക്കാണ്ടിരിക്കാൻ വേണ്ടി കൊടുക്കണം. ഓക്കെ, ഇനി നമ്മൾ എവിടെയൊക്കെയാണ് നമ്മൾ വിരൽ വെക്കുന്നത് അവിടെ വെച്ചിട്ട് നമ്മൾ ടൈപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇത്ര ഞാൻ ടൈപ്പ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ടൈപ്പിംഗ് ആണ് പലരും 10,000 രൂപ 20,000 ഇപ്പോൾ കൊടുത്തിട്ട് പുറത്ത് പല കമ്പനികൾക്ക് അല്ലെങ്കിൽ പല ട്യൂഷൻ കോഴ്സിനൊക്കെ കൊടുത്തിട്ട് പഠിക്കുന്നത്. അപ്പോൾ അതിനൊന്നും ആവശ്യമില്ല. നമ്മൾക്ക് സ്വന്തമായിട്ട് തന്നെ ഞാനൊക്കെ പഠിച്ചത്, ഞാൻ മാത്രമല്ല, ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ പഠിച്ചത് സ്വന്തമായിട്ട് നമ്മൾ ടൈപ്പിംഗ് മാസ്റ്റർ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ പല മാഗസിൻക്കൊക്കെ നമ്മൾ എഴുതി കൊടുത്തിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അങ്ങനെ ശീലമായതാണ്. പിന്നെ ഇതിലൊക്കെ നമുക്ക് ഈ മങ്കി ടൈപ്പിൽ ഒരുപാട് തവണ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ടൈപ്പിംഗ് കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഒരാഴ്ച നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ, ഒരു ദിവസം ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് നിങ്ങൾ ഇതിൻ്റെ മുമ്പിൽ ചിലവഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് ടൈപ്പിംഗ് സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റിൽ നിങ്ങൾക്ക് കയ്യിൻ്റെ ചെറിയൊരു കുടച്ചിലൊക്കെ വരും, ചിലപ്പോൾ കൈ ഇങ്ങനെ മുറുകാനൊക്കെ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിർത്താൻ പാടില്ല, നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് എന്തായാലും കിട്ടും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മളെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരായിരിക്കും. അപ്പോൾ നിങ്ങൾ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് പറ്റുന്ന കൂട്ടുകാരും അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നമ്മളെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് എങ്ങനത്തെ ടൈപ്പ് വീഡിയോസാണ് വേണ്ടതെന്നുള്ളത് കമൻറ്റിലൊന്ന് രേഖപ്പെടുത്താം. ഈ വീഡിയോൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.